Hi guys, welcome to the latest episode of Winner Videos. ഇന്നത്തെ എപ്പിസോഡ് മമ്മൂട്ടി വേഴ്സസ് മോഹൻലാൽ ക്ലാഷിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ 90s അവർ തമ്മിലുള്ള ക്ലാഷസും മറ്റ് റിസൾട്ട്സും ഒക്കെ കണ്ടു. അപ്പോൾ ആ എപ്പിസോഡ് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. 2000s ഡെക്കേഡിലെ മൊത്തം 26 ക്ലാഷസാണ് ഞാൻ പരിഗണിച്ചിരിക്കുന്നത്. ഈ ഡെക്കേഡിൻ്റെ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ സിനിമകളുടെ ലോങ് റൺ ഗണ്യമായിട്ട് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡ് റിലീസ് പോപ്പുലറായി. 2008 ശേഷം ബി ക്ലാസ് സെൻറ്ററുകളിൽ വരെ റെഗുലറായിട്ട് റിലീസുകൾ വരികയും ഈ വൈഡ് റിലീസ് പോപ്പുലർ ആയത് കാരണം സിനിമകളുടെ ലോങ് റണ്ണ് കാര്യമായിട്ട് കുറയുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ 2008 വരെയുള്ള സിനിമകളുടെ 3 ആഴ്ചയ്ക്കകത്ത് ഇറങ്ങുന്ന സിനിമകളെയാണ് ഞാൻ ക്ലാഷായിട്ട് പരിഗണിച്ചിരിക്കുന്നത്. 2008 ശേഷമുള്ളത് 2 വീക്ക്, അതായത് 2 വീക്സിനകത്ത് ഇറങ്ങുന്ന സിനിമകളെയാണ് ക്ലാഷായിട്ട് ഞാൻ പരിഗണിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഈ ഡെക്കേഡിലെ ക്ലാഷസ് നോക്കാം. 2000 ഒരേ ഒരു ക്ലാഷേ ഉണ്ടായിരുന്നുള്ളൂ. ക്രിസ്മസിന് ദേവദൂതൻ വേഴ്സസ് ദാദാ സാഹിബ്. വളരെ വ്യത്യസ്തമായ പ്രമേയത്തോടെ വന്ന മികച്ച ചിത്രമായിരുന്നിട്ടും ദേവദൂതൻ അക്കാലത്ത് ഒരു പരാജയമായി മാറി. മമ്മൂട്ടി ഡബിൾ റോളിലെത്തിയ വിനയൻ ചിത്രം ദാദാ സാഹിബ് ബോക്സ് ഓഫീസിൽ ഒരു സൂപ്പർ ഹിറ്റായിരുന്നു. 2001 ഒരേ ഒരു ക്ലാഷ് ഓണത്തിന് രാക്ഷസ രാജാവ് വേഴ്സസ് രാവണപ്രഭു. പേരിൻ്റെ സാമ്യം കൊണ്ടും ഡയറക്റ്റ് ക്ലാഷ് ആയതുകൊണ്ടും ആവേശഭരിതമായിരുന്നു ഈ ക്ലാഷ്. മോഹൻലാൽ ഡബിൾ റോളിലെത്തിയ ദേവാസുരത്തിൻ്റെ സീക്വൽ രാവണപ്രഭു വലിയൊരു ബ്ലോക്ക് ബസ്റ്ററായി മാറി. എന്നാൽ മമ്മൂട്ടി വിനയൻ ടീമിൻ്റെ ദാദാ സാഹിബ് പോലൊരു വിജയം ആവർത്തിക്കാൻ രാക്ഷസ രാജാവിനായില്ല. 2002 ക്ലാഷ് സമ്മറിൽ ഫാൻറ്റം വേഴ്സസ് ഒന്നാമൻ. ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് വേണ്ട എല്ലാവിധ ചേരുവകളും ഫാൻറ്റത്തിനുണ്ടായിരുന്നിട്ടും അത് ബോക്സ് ഓഫീസിൽ മുതലാക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇത് വളരെ പെട്ടെന്ന് ഷൂട്ട് ചെയ്തിരുന്ന ഒരു ചിത്രമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി സേഫ് ആകാൻ സാധിച്ചു. മോഹൻലാലിൻ്റെ മീശവിരി ടെംപ്ലേറ്റിലെത്തിയ ഒന്നാമൻ ഒരു പരാജയമായിരുന്നു. 2003 വിഷു സമ്മർ ക്ലാഷ് ക്രോണിക് ബാച്ചിലർ വേഴ്സസ് കിളിച്ചുണ്ടൻ മാമ്പഴം. മമ്മൂട്ടിയുടെ ഈ ഡെക്കേഡിലെ മികച്ച ഫേസിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ ക്രോണിക് ബാച്ചിലറിനെ വിശേഷിപ്പിക്കാം. നല്ലൊരു വിജയമായിരുന്നു ഈ ചിത്രം. സൗന്ദര്യയുടെ മോളിവുഡ് ഡെബ്യൂ. പ്രിയൻ മോഹൻലാൽ കോംബോ ചിത്രം കിളിച്ചുണ്ടൻ മാമ്പഴം തികച്ചും നിരാശ സമ്മാനിച്ചു. ഒപ്പം ബോക്സ് ഓഫീസിൽ പരാജയവുമായി. 2003 ഓണം ക്ലാഷ് ലാൽ ജോസിൻ്റെ പട്ടാളം വേഴ്സസ് സുനിതയുടെ 50ാമത്തെ ചിത്രം ബാലേട്ടൻ. വളരെ പ്രതീക്ഷയോടെ മികച്ച ഗാനങ്ങളോടൊപ്പം എത്തിയ പട്ടാളം പരാജയമായപ്പോൾ ബാലേട്ടൻ ബ്ലോക്ക് ബസ്റ്ററായി മാറി. മോഹൻലാലിൻ്റെ ഒരു തിരിച്ചുവരവ് കൂടിയായിരുന്നു ഈ ചിത്രം. രാവണപ്രഭുവിന് ശേഷം മോഹൻലാലിന് ഒരു ബിഗ് ഹിറ്റ് കിട്ടിയത് ബാലേട്ടനിലൂടെയായിരുന്നു. 2004 ആദ്യ ക്ലാഷ് ജനുവരിയിൽ ഡയറക്റ്റ് ക്ലാഷ്. സേതുരാമയ്യർ CBI വേഴ്സസ് വാമനപുരം ബസ് റൂട്ട്. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം CBIയുടെ 3ാം ഭാഗവുമായി മമ്മൂട്ടി, കെ മധു, SN സ്വാമി കൂട്ടുകെട്ട് വിജയം ആവർത്തിച്ചു. ബ്ലോക്ക് ബസ്റ്റർ. കൂടെ ഇറങ്ങിയ വാമനപുരം ബസ് റൂട്ട് ദയനീയ പരാജയമായി മാറി. 2004 രണ്ടാമത്തെ ക്ലാഷ് വിഷുവിന്. ലേറ്റ് റിലീസ് വജ്രം വേഴ്സസ് വിസ്മയത്തുമ്പത്ത്. ഫാൻസുകാർ ശരാശരി എന്നൊക്കെ പറയുമെങ്കിലും ഈ 2 ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ യാതൊരു ചലനങ്ങളും ഉണ്ടാക്കാതെ കളം വിട്ടു. 2004 മൂന്നാമത്തെ ക്ലാഷ് അപരിചിതൻ വേഴ്സസ് വാണ്ടഡ്. ശരിക്കും ഇതൊരു പൂർണ്ണമായിട്ടൊരു ക്ലാഷ് എന്നുള്ള രീതിയിൽ പരിഗണിക്കാൻ സാധിക്കുകയില്ല എങ്കിലും ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. വാണ്ടഡ് മോഹൻലാലിനെ വെച്ച് മാർക്കറ്റ് ചെയ്ത ചിത്രമാണെങ്കിൽ കൂടിയും ഒരു കംപ്ലീറ്റ് മോഹൻലാൽ ചിത്രം എന്നതിനെ പറയാൻ സാധിക്കുകയില്ല. കാരണം മോഹൻലാൽ അതിലൊരു എക്സ്റ്റൻഡഡ് ക്യാമിയോ ടൈപ്പ് റോളായിരുന്നു. വാണ്ടഡ് ഒരു പരാജയമായിരുന്നു. വളരെ വ്യത്യസ്തമായ പ്രമേയത്തോടെ എത്തിയ ചിത്രമായിരുന്നു അപരിചിതൻ. ഇതിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വളരെ മികച്ചതായിരുന്നു. എങ്കിലും ബോക്സ് ഓഫീസിൽ ചിത്രം നിരാശപ്പെടുത്തി. 2004 നാലാമത്തെ ക്ലാഷ് ഓണത്തിന് കാഴ്ച വേഴ്സസ് നാട്ടുരാജാവ്. നാട്ടുരാജാവ് മികച്ച ഇൻഷ്യലിൻ്റെ പിൻബലത്തോടെ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയപ്പോൾ മൗത്ത് പബ്ലിസിറ്റിയുടെ സഹായത്തോടെ കാഴ്ച ലോങ് റണ്ണിൽ നേട്ടമുണ്ടാക്കുകയും സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തു. ഈ ക്ലാഷ് വെഡിറ്റിനെ പറ്റി വീഡിയോയുടെ അവസാനം ഞാൻ സംസാരിക്കാം. 2004 അഞ്ചാമത്തെയും അവസാനത്തെയും ക്ലാഷ് ബ്ലാക്ക് വേഴ്സസ് മാമ്പഴക്കാലം. രഞ്ജിത്തിൻ്റെ മികച്ചൊരു ചിത്രമായ ബ്ലാക്ക് ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയപ്പോൾ മാമ്പഴക്കാലം ശരാശരിയിൽ ഒതുങ്ങി. 2005 2 ക്ലാഷുകൾ. ആദ്യ ക്ലാഷ് ഓണത്തിന്. നേരറിയാൻ CBI വേഴ്സസ് സൗത്ത് ചൂത് ഏക് സച്ച് വേഴ്സസ് നരൻ. ആദ്യം എത്തിയത് ജോഷി മോഹൻലാൽ ടീമിൻ്റെ നരൻ. ചിത്രം ബ്ലോക്ക് ബസ്റ്റർ ആകുക മാത്രമല്ല മുള്ളംകൊല്ലി വേലായുധൻ ഒരു കൾട്ട് ക്യാരക്ടറായി മാറുകയും വേലായുധ സോങ് ഇപ്പോഴും മാസിന് പ്രിയപ്പെട്ടൊരു ട്രെൻഡി സോങ് ആയി മാറുകയും ചെയ്തു. സേതുരാമയ്യർ CBIയുടെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം മേക്കേഴ്സ് ഉടൻ തന്നെ അതിൻ്റെ 4ാം ഭാഗവും ഇറക്കുകയുണ്ടായി. എങ്കിലും പ്രതീക്ഷിച്ചൊരു റിസൾട്ട് ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കാനായില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം മമ്മൂട്ടിയുടെ ഹിന്ദി ചിത്രം സൗത്ത് ചൂത് ഏക് സച്ച് റിലീസായി. ഇതൊരു മെയിൻ സ്ട്രീം കൊമേഴ്സ്യൽ സിനിമ അല്ലാത്തതുകൊണ്ട് തന്നെ ലിമിറ്റഡ് റിലീസായിരുന്നു ഓൾ ഇന്ത്യ ലെവൽ. നല്ലൊരു ചിത്രമായിരുന്നു, കാണാത്തവർ കണ്ടു നോക്കുക. ബസ് കണ്ടക്ടർ വേഴ്സസ് തന്മാത്ര. 2004 വേഷം എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം മമ്മൂട്ടി VM വിനു ടീമിൻ്റെ ബസ് കണ്ടക്ടർ മിക്സഡ് റിപ്പോർട്ടോടെ ഓപ്പൺ ആയെങ്കിലും തരക്കേടില്ലാത്തൊരു പ്രകടനം ബോക്സ് ഓഫീസിൽ നടത്തി. മലബാർ ഏരിയയിൽ വന്ന നല്ല കളക്ഷൻ ചിത്രത്തെ സേഫാക്കി. കാഴ്ചയ്ക്ക് ശേഷം വളരെ പ്രതീക്ഷയോടെ എത്തിയ ബ്ലസ്സി മോഹൻലാൽ ചിത്രം തന്മാത്ര പ്രതീക്ഷ കാത്തു.
മോഹൻലാലിൻ്റെ ബ്രില്യൻ പെർഫോമൻസ് ശരിക്കും ഒരു ദേശീയ അവാർഡ് അദ്ദേഹത്തിന് അർഹിച്ചിരുന്നു. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസും നേടി. ഈ ക്ലാഷ് വേർഡിക്റ്റിനെ പറ്റിയും ഞാൻ വീഡിയോയുടെ അവസാനം സംസാരിക്കാം. 2006 4 ക്ലാഷുകൾ. ആദ്യത്തേത് വിഷുവിന് രസതന്ത്രം വേഴ്സസ് തുറുപ്പുകുലാൽ. സത്യൻ അന്തിക്കാട്, മോഹൻലാൽ, മീര ജാസ്മിൻ കൂട്ടുകെട്ടിൻ്റെ രസതന്ത്രം ഫാമിലി ഓഡിയൻസിൻ്റെ ആദ്യ ചോയ്സായിരുന്നു വിഷുവിന്. ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു മെഗാ ബ്ലോക്ക് ബസ്റ്ററായി മാറി. ജോണി ആൻ്റണി മമ്മൂട്ടി ടീമിൻ്റെ തുറുപ്പുകുലാൻ തുടക്കത്തിൽ മിക്സർ റിപ്പോർട്ട്സ് വന്നെങ്കിലും സ്റ്റഡി കളക്ഷൻ നിലനിർത്തിക്കൊണ്ട് സൂപ്പർ ഹിറ്റായി മാറി. 2006 രണ്ടാമത്തെ ക്ലാഷ് ഭാർഗവചരിതം 3-ാം ഖണ്ഡം വേഴ്സസ് മഹാസമുദ്രം. മമ്മൂട്ടിയുടെ ആരാധകൻ കൂടിയായ ഡയറക്ടർ ജോമോനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മമ്മൂട്ടി ചെയ്ത ഭാർഗവചരിതം ശരിക്കും ജോമോൻ്റെ യാത്രയയപ്പായി മാറി. സുരേഷ് കുമാർ പ്രൊഡ്യൂസ് ചെയ്ത ഡോക്ടർ എസ് ജനാർദ്ദനൻ സംവിധാനം ചെയ്ത മഹാസമുദ്രവും ബോക്സ് ഓഫീസിൽ ഒരു തിരയിളക്കവും സൃഷ്ടിച്ചില്ല. 2006 അടുത്ത ക്ലാഷ് പോത്തൻ വാവ വേഴ്സസ് ഫോട്ടോഗ്രാഫർ. മമ്മൂട്ടി ഉഷ ഉദുപ്പ് ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയായിരുന്നു പോത്തൻ വാവ എന്ന ജോഷി ചിത്രം. ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരിയിൽ ഒതുങ്ങി. മോഹൻലാലിൻ്റെ ഫോട്ടോഗ്രാഫർ ശരിക്കും ഒരു കൊമേഴ്ഷ്യൽ ചിത്രമായിരുന്നില്ല. 2006 അവസാന ക്ലാഷ് ക്രിസ്മസിന് പളങ്ക് വേഴ്സസ് ബാബ കല്യാണി. ഷാജി കൈലാസ് മോഹൻലാൽ ടീമിൻ്റെ ബാബ കല്യാണി തരക്കേടില്ലാത്തൊരു ചിത്രമായിരുന്നു. മിക്സർ റിപ്പോർട്ട്സ് വന്നെങ്കിലും ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് ലഭിച്ചു. വളരെ നല്ല ചിത്രങ്ങളായ കാഴ്ചയ്ക്കും തന്മാത്രയ്ക്കും ശേഷം ബ്ലസ്സി സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ പളുങ്കിൽ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പ്രേക്ഷകരെ തികച്ചും ചിത്രം നിരാശപ്പെടുത്തുകയുണ്ടായി. ബ്ലസ്സിയുടെ കരിയറിൽ തന്നെ ഏറ്റവും വീക്കായ ഒരു വർക്ക് കൂടിയായിരുന്നു പളുങ്ക്. 2007 4 ക്ലാഷുകൾ. ആദ്യ ക്ലാഷ് വിഷുവിന് ഛോട്ടാ മുംബൈ വേഴ്സസ് ബിഗ് ബി. രാജമാണിക്യത്തിൻ്റെ റെക്കോർഡ് വിജയത്തിന് ശേഷം അൻവർ റഷീദ് ഒരുക്കിയ മോഹൻലാൽ ചിത്രം 100% ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈനറായിരുന്നു. അക്കാലത്ത് മോഹൻലാലിനെ വളരെ ചാമിങ് ആൻഡ് കൂളായി പ്രസൻറ്റ് ചെയ്ത ചിത്രം കൂടിയായിരുന്നു ഇത്. ബോക്സ് ഓഫീസിൽ ഒരു ബ്ലോക്ക് ബസ്റ്ററായി എന്ന് മാത്രമല്ല ഇന്നും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കൂടിയാണിത്. അമൽ നീരദിൻ്റെ ഡെബ്യൂ ചിത്രം ബിഗ് ബി. കൺവെൻഷണൽ രീതികളിൽ നിന്നും മാറി വളരെ വ്യത്യസ്തമായൊരു മേക്കിംഗ് ആയിരുന്നു ബിഗ് ബിയുടേത്. റിലീസായ സമയത്ത് പ്രേക്ഷകർ ഈ ഒരു മാറ്റത്തെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും DVD റിലീസിന് ശേഷം യുവാക്കളുടെ ഇടയിൽ മമ്മൂട്ടിയുടെ ബിലാലും ഡയലോഗുകളും സ്റ്റൈലുമൊക്കെ തരംഗമായി മാറി. ബോക്സ് ഓഫീസിൽ ബിഗ് ബി പലരും പറയുന്നത് പോലെ ഒരു ഫ്ലോപ്പ് ആയിരുന്നില്ല. ശരാശരി വിജയം നേടിയ ബിഗ് ബി തിരുവനന്തപുരം അജന്തയിൽ 100 ദിവസത്തോളം പ്രദർശിപ്പിച്ചിരുന്നു. 2007 ഓണം ക്ലാഷ് അലി ഭായ് വേഴ്സസ് ഒരേ കടൽ വേഴ്സസ് ആഗ്. മോഹൻലാൽ ഷാജി കൈലാസ് ടീമിൻ്റെ മെഗാമാസ് ചിത്രം എന്ന ലേബലിലെത്തിയ അലിഭായ് തീർത്തും നിരാശപ്പെടുത്തി. മമ്മൂട്ടി ശ്യാമപ്രസാദ് ടീമിൻ്റെ ഒരേ കടൽ ഒരു കൊമേഴ്ഷ്യൽ ചിത്രമെന്ന് പൂർണ്ണമായും പറയാൻ സാധിക്കില്ല. മമ്മൂട്ടിയുടെയും മീര ജാസ്മിൻ്റെയും മികച്ച പ്രകടനമായിരുന്നു. ഈ ചിത്രങ്ങൾക്കൊപ്പം രാംഗോപാൽ വർമ്മയുടെ ഹിന്ദി ചിത്രം ഷോലെ റീമേക്ക് ആഗ് കൂടി റിലീസായിരുന്നു. ബോളിവുഡിൽ ആഗ് ഒരു ഡിസാസ്റ്ററായിരുന്നു. ഈ ക്ലാഷിൽ വിന്നേഴ്സ് ഇല്ല. ഗ്രോസ് വൈസ് ബെറ്റർ അലിഭായ്. 2007 അടുത്ത ക്ലാഷ് നസ്രാണി വേഴ്സസ് പരദേശി. ഡയറക്റ്റ് ക്ലാഷ്. പരദേശി ഒരു കൊമേഴ്ഷ്യൽ ചിത്രമായിരുന്നില്ല. മോഹൻലാലിൻ്റെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടു. മമ്മൂട്ടി ജോഷി ടീമിൻ്റെ നസ്രാണിയും ഒരു വിജയ ചിത്രമായില്ല. സോ നോ റിസൾട്ട്സ്. ഗ്രോസ് വൈസ് ബെറ്റർ നസ്രാണി. 2007 ക്രിസ്മസ് ക്ലാഷ് കഥ പറയുമ്പോൾ വേഴ്സസ് ഫ്ലാഷ്. ശ്രീനിവാസൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച കഥ പറയുമ്പോൾ ചിത്രത്തിൽ മമ്മൂട്ടി ഒരു സോളോ സോങ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു. പടത്തിൻ്റെ ക്ലൈമാക്സിലെ മമ്മൂട്ടിയുടെ പ്രകടനവും ചിത്രത്തിൻ്റെ വിജയത്തിൽ നിർണായകമായി. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് രേഖപ്പെടുത്തി. മോഹൻലാൽ പാർവതി തിരുവോത്ത് ടീമിൻ്റെ സിബി മലയിൽ ചിത്രം ഫ്ലാഷ് ഒരു ഫ്ലാഷ് പോലെ അങ്ങ് പോയി. വന്നതും പോയതും ഒക്കെ പെട്ടെന്നായിരുന്നു. 2008 4 ക്ലാഷുകൾ. ആദ്യ ക്ലാഷ് ജനുവരിയിൽ. ഡയറക്റ്റ് ക്ലാഷ് രൗദ്രം വേഴ്സസ് കോളേജ് കുമാരൻ. രഞ്ജി പണിക്കരുടെ മമ്മൂട്ടി ചിത്രം രൗദ്രം ബോക്സ് ഓഫീസിൽ ഒരു ശരാശരി വിജയമായപ്പോൾ തുളസീദാസിൻ്റെ മോഹൻലാൽ ചിത്രം കോളേജ് കുമാരൻ പരാജയമായി മാറി. 2008 വിഷു സമ്മർ ക്ലാഷ് അണ്ണൻ തമ്പി വേഴ്സസ് ഇന്നത്തെ ചിന്താവിഷയം. രസതന്ത്രം കൂട്ടുകെട്ട് അതുപോലൊരു വലിയ വിജയം പ്രതീക്ഷിച്ചെത്തിയ ചിത്രമായിരുന്നു ഇന്നത്തെ ചിന്താവിഷയം. എന്നാൽ ആ ലെവലിൽ ഒരു നേട്ടമുണ്ടാക്കാൻ ചിത്രത്തിനായില്ല. രാജമാണിക്യത്തിൻ്റെയും ഛോട്ടാ മുംബൈയുടെയും വലിയ വിജയങ്ങൾക്ക് ശേഷം അൻവർ റഷീദിൻ്റെ മൂന്നാമത്തെ ചിത്രം അണ്ണൻ തമ്പി ബോക്സ് ഓഫീസിൽ ഒരു അമ്പൻ ബ്ലോക്ക് ബസ്റ്ററായിരുന്നു. അൻവർ റഷീദ് ഹാട്രിക് ബ്ലോക്ക് ബസ്റ്റർ സ്കോർ ചെയ്തു. കേരളത്തിലെ AB സെൻറ്ററുകളിൽ വൈഡ് റിലീസായ ചിത്രം ആദ്യ ആഴ്ച കൊണ്ട് തന്നെ വലിയ കളക്ഷൻ അടിച്ചു. കേരളത്തിൽ വൈഡ് റിലീസ് ട്രെൻഡ് കൊണ്ടുവന്നു തന്നെ പറയാം. 2008 അടുത്ത ക്ലാഷ് പരുന്ത് വേഴ്സസ് മാടമ്പി. ഡയറക്റ്റ് ക്ലാഷ് അല്ലെങ്കിൽ പോലും ഒരു ക്ലാഷിൻ്റെ എല്ലാ വീറും വാശിയും കണ്ടൊരു സീസണായിരുന്നു ഇത്. കാരണം കഥാപാത്രങ്ങളുടെ സിമിലാരിറ്റിയും മാടമ്പിയിൽ വന്ന ചില ഡയലോഗുകളും ഒക്കെ ഫാൻസുകാരെ പ്രകോപിപ്പിക്കുകയുണ്ടായി. ബി ഉണ്ണികൃഷ്ണൻ്റെ മാടമ്പി ഒരു സൂപ്പർ ഹിറ്റും പരുന്ത് ഒരു പരാജയവുമായി മാറി ബോക്സ് ഓഫീസിൽ. കീർത്തിചക്ര എന്ന വലിയ വിജയത്തിന് ശേഷം മേജർ രവി മോഹൻലാൽ കൂട്ടുകെട്ട് ഒന്നിച്ച ആർമി ചിത്രമായിരുന്നു കുരുക്ഷേത്ര. കീർത്തിചക്രയുടെ സീക്വലായ ഈ ചിത്രം ആദ്യ ഭാഗം പോലെ വലിയൊരു വിജയമായില്ല. ചിത്രത്തിൻ്റെ ഉയർന്ന ബജറ്റും ഒരു പ്രശ്നമായിരുന്നു. തിരുവനന്തപുരത്ത് 100 ദിവസത്തോളം ചിത്രം പ്രദർശിപ്പിച്ചു. മമ്മൂട്ടി ഡബിൾ റോളിലെത്തിയ മായാബസാറിൽ അല്ലു അർജുൻ ചിത്രമായ പർഗുവിലെ നായിക ഷീലയായിരുന്നു നായിക. ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായി മാറി. 2009 2 ക്ലാഷുകൾ. ആദ്യത്തേത് പഴശ്ശിരാജ വേഴ്സസ് ഏഞ്ചൽ ജോൺ.
90-കൾ മുതൽ തുടങ്ങിയ ക്ലാഷുകൾ പരിഗണിക്കുമ്പോൾ 50ാമത്തെ ക്ലാഷ്. ഇത് ഇന്ത്യൻ സിനിമയിൽ തന്നെ 2 സൂപ്പർ താരങ്ങൾ തമ്മിലുള്ള ക്ലാഷുകളിൽ ഒരു റെക്കോർഡാണ്. ലേറ്റ് 80s ക്ലാഷുകൾ കൂടി പരിഗണിച്ചാൽ ഏതാണ്ട് 70-ന് മേലെ ക്ലാഷുകൾ വരും 2009 വരെ. മമ്മൂട്ടി, ഹരിഹരൻ, MT ടീമിൻ്റെ ബ്രഹ്മാണ്ഡ ചിത്രം പഴശ്ശിരാജ എല്ലാ അർത്ഥത്തിലും ഒരു കൾട്ട് ക്ലാസിക്കായിരുന്നു. ഇളയരാജയുടെ മികച്ച സംഗീതവും യേശുദാസിൻ്റെ ഗാനങ്ങളും ONV കുറുപ്പിൻ്റെ വരികളും തമിഴ് നടൻ ശരത് കുമാറിൻ്റെ മികച്ച പ്രകടനവും എല്ലാം കൊണ്ടും മഹാരാജന്മാരുടെ ഒരു സമാഗമമായിരുന്നു പഴശ്ശിരാജ. ബമ്പർ ഓപ്പണിംഗിൽ തുടങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് 20 കോടിയോളം വാരിക്കൂട്ടി. ഈ കളക്ഷൻ അന്നത്തെ ലെവലിൽ ഒരു ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് കൊടുക്കാനുള്ളതുണ്ടെങ്കിലും ചിത്രത്തിൻ്റെ ബജറ്റ് അന്നോളം ഉള്ളതിൽ വെച്ച് ഏറ്റവും വലുതായിരുന്നു. ഇതിൻ്റെ തിയേറ്ററിക്കൽ റൈറ്റ്സ്, ഷെയർ, ബജറ്റ് ഒന്നും കൃത്യമായി ഗോകുലം പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചിത്രം ഗോകുലത്തിന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയോ എന്നത് കൃത്യമായി എനിക്ക് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ നല്ല ഫുട്ഫോൾസ് വന്നൊരു ചിത്രമായിരുന്നു പഴശ്ശിരാജ. മോഹൻലാലിൻ്റെ ഏഞ്ചൽ ജോൺ ബോക്സ് ഓഫീസിൽ യാതൊരു ചലനവും സൃഷ്ടിച്ചില്ല. ഈ ഡെക്കേഡിലെ അവസാന ക്ലാഷ് ക്രിസ്മസിന് ചട്ടമ്പി നാട് വേഴ്സസ് ഇവിടം സ്വർഗമാണ്. വളരെ പ്രതീക്ഷയിലെത്തിയ ഷാഫി ചിത്രം ചട്ടമ്പി നാട് മിക്സഡ് റിപ്പോർട്ട്സോടെയായിരുന്നു ഓപ്പണായത്. എങ്കിലും ചിത്രം ബോക്സ് ഓഫീസിൽ സേഫായി. ഈ ചിത്രത്തിലൂടെ സുരാജിൻ്റെ ദശമൂലം ദാമു എന്ന കൾട്ട് ക്യാരക്ടർ പിറവിയെടുത്തു. റോഷൻ ആൻഡ്രൂസിൻ്റെ മോഹൻലാൽ ചിത്രം ഇവിടം സ്വർഗമാണ് ചിത്രത്തിനായി കന്നുകാലികളെയും 15 ഏക്കർ ഭൂമിയുമൊക്കെ മേടിച്ച് 6 മാസത്തിന് മുമ്പേ കേരള അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശാനുസരണം കൃഷി തുടങ്ങിയതൊക്കെ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. എങ്കിലും ചിത്രം ബോക്സ് ഓഫീസിൽ വിജയമായില്ല. അപ്പോൾ ഇതൊക്കെയാണ് ക്ലാഷസ്. ഇതിൽ 2 ക്ലാഷസിൻ്റെ വിന്നറെ തീരുമാനിക്കുന്നതിന് എനിക്ക് അല്പം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നാട്ടുരാജാവ് വേഴ്സസ് കാഴ്ചയും ബസ് കണ്ടക്ടർ വേഴ്സസ് തന്മാത്രയും. ഇതിൽ രണ്ടിലും ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കാഴ്ചയെന്നും തന്മാത്രയെന്നും പറയത്തുള്ളൂ. വളരെ ക്വാളിറ്റിയുള്ള ചിത്രങ്ങളാണ്. രണ്ടും ബ്ലസ്സിയുടെ പടങ്ങളാണ്. എന്നാൽ ഇവയുടെ ഗ്രോസ് പരിഗണിക്കുകയാണെങ്കിൽ നാട്ടുരാജാവും ബസ് കണ്ടക്ടറും ഒക്കെ ആയിരിക്കാം ടോപ്പിൽ വരാൻ ചാൻസ്. അപ്പോൾ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ എനിക്ക് മമ്മൂട്ടി ഫാൻസിൻ്റെ സൈഡിൽ നിന്നും മോഹൻലാൽ ഫാൻസിൻ്റെ സൈഡിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. വളരെ ന്യൂട്രലായിട്ട് അഭിപ്രായം പറയുന്ന ആൾക്കാരോടാണ് ഞാൻ സംശയം ചോദിച്ചത്. അപ്പോൾ ഞാൻ ഈ കാര്യത്തിൽ എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ ഇല്ല ഗ്രോസ്, ഇതിൻ്റെയൊക്കെ ഫൈനൽ ഗ്രോസ് എത്രയാണ് എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തമായിട്ടുള്ള ഡാറ്റ ഇല്ലാത്ത സാഹചര്യത്തിൽ ആണ് ഞാൻ വേർഡിക്റ്റ് വെച്ചിട്ട് വിന്നറെ തീരുമാനിക്കുന്നത്. അപ്പോൾ നാട്ടുരാജാവ് നല്ല ഇനിഷ്യൽ കിട്ടിയൊരു പടമാണ്. ഓണം ഫെസ്റ്റിവലിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഇനിഷ്യലിൻ്റെയും ഫെസ്റ്റിവൽ അഡ്വാൻറ്റേജിൻ്റെ ബലത്തിൽ അതൊരു ക്ലീൻ ഹിറ്റായ ഒരു പടമാണ്. അപ്പോൾ ഗ്രോസ് വൈസ് ചിലപ്പോൾ അതായിരിക്കും ഹയറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ബസ് കണ്ടക്ടർ ആണെങ്കിലും ശരി തന്നെ അതൊരു എബോ ആവറേജ് അല്ലെങ്കിൽ ഒരു സെമി ഹിറ്റ് ലെവലിൽ ഓടിയ പടമെന്നാണ് എൻ്റെ അറിവ്. മലബാർ സൈഡിൽ നല്ല കളക്ഷനും വന്നു. അപ്പോൾ ഗ്രോസ് വൈസ് ഈ ചിത്രങ്ങളാണ് വിന്നറെന്ന് പറയുന്ന ആൾക്കാർക്ക് അവരുടെ ഭാഗം ശരിയായിരിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ വേർഡിക്റ്റ് വെച്ചിട്ടാണ് വിന്നറെ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാഴ്ചയ്ക്കും തന്മാത്രയ്ക്കും ഹയർ വേർഡിക്റ്റ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിന് വിന്നറായിട്ട് ഈ 2 ചിത്രങ്ങളെ പരിഗണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കുറച്ച് സുഹൃത്തുക്കൾ പടത്തിൻ്റെ ഗ്രോസും അതുപോലെ തന്നെ ബജറ്റും ഒക്കെ കാണിച്ചാൽ നന്നായിരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ബജറ്റ് ഇന്നത്തെ കാലത്ത് പോലും ഒരു പടത്തിൻ്റെ ബജറ്റ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കത്തില്ല. അത് അതിൻ്റെ പ്രൊഡ്യൂസറിന് മാത്രമേ യഥാർത്ഥ കണക്കറിയാൻ പറ്റത്തില്ല. പ്രൊമോഷണൽ ഫിഗറായിട്ട് 100 കോടിയെന്നും 70 കോടിയെന്നൊക്കെ പല പ്രൊഡ്യൂസർമാരും പറയുന്നുണ്ടെങ്കിലും പക്ഷേ അതിൻ്റെ യഥാർത്ഥ ബജറ്റ് അത്രയൊന്നും ആയിരിക്കത്തില്ല. അത് മാത്രമല്ല ബജറ്റ് വച്ചിട്ടല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പം ബജറ്റ് റിക്കവർ ചെയ്യാൻ നിർമ്മാതാവിന് വേറെ പല മാർഗ്ഗങ്ങളുണ്ട്. OTT റൈറ്റ്സ്, സാറ്റലൈറ്റ് റൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് നിർമ്മാതാവിന് പല രീതിയിലും ബജറ്റ് റിക്കവർ ചെയ്യാൻ പറ്റും. പക്ഷേ വേടിച്ച് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തിയേറ്ററിക്കൽ റൈറ്റ്സ് ബ്രേക്ക് ഈവൻ ആകുന്ന മുറയ്ക്കാണ്. ഒരു പടത്തിൻ്റെ ബിസിനസ്സിൽ ഇൻവോൾവ് ആയ പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, എക്സിബിറ്റർ ഈ 3 പാർട്ടിയും പ്രോഫിറ്റിലോട്ട് വരുമ്പോഴാണ് അതിനെ ഒരു ക്ലീൻ ഹിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഈ സംശയങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഗ്രോസ് കളക്ഷൻ, ഇനി പഴയ പടങ്ങളുടെയൊക്കെ ഗ്രോസ് കളക്ഷൻ കിട്ടുക വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഈ മാഗസീൻസിലൊക്കെ വരുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അങ്ങോട്ട് മുഖവിലേക്ക് എടുക്കാനും സാധിക്കത്തില്ല. സെൻട്രൽ ഗ്രോസ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ 2020 ശേഷമൊക്കെ ആണ് ട്രാക്കിംഗ് ഡാറ്റയൊക്കെ കൃത്യമായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടി തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ലാഷുകളെല്ലാം ഞാൻ വിന്നറെ തീരുമാനിച്ചിരുന്നത് വേർഡിക്റ്റ് ബേസിലാണ്. ഈ വേർഡിക്റ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ പടത്തിൻ്റെ ഒരു റണ്ണിങ് സ്റ്റാറ്റസും പിന്നെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള തിയേറ്ററിക്കൽ എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അത് മാത്രമല്ല തിരുവനന്തപുരത്തുള്ള സുഹൃത്തുക്കളെ മാത്രമല്ല കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലുള്ള സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചിട്ടാണ് വേർഡിക്റ്റ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചില പടങ്ങൾ തിരുവനന്തപുരത്ത് റണ്ണ് ചെയ്യുന്നത് പോലെ ആയിരിക്കത്തില്ല മലബാർ സൈഡിൽ വീക്കായിട്ടുള്ളത് ഇവിടെ തിരുവനന്തപുരത്ത് ചിലപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആൾക്കാരോടൊക്കെ അഭിപ്രായ രൂപീകരണം നടത്തി സെൻട്രൽ ഗ്രോസും കാര്യങ്ങളൊക്കെ എല്ലാം കൂടെയൊക്കെ പരിഗണിച്ച് മൊത്തത്തിലാണ് വേർഡിക്സ് കൊടുത്തിരിക്കുന്നത്. മാക്സിമം ജെന്യൂനായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും
എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊന്നും വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്നതിൽ തന്നെ പല മിസ്റ്റേക്കുകളും തെറ്റുകളും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് സ്വാഭാവികമാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോ കാണുന്നതുവരെ ബൈ.